തീവ്രവാദ ആരോപണത്തിനെതിരെ പ്രതിഷേധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാൻ അമീൻ അബ്ദുള്ളയെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പാളിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചാണ് നടപടി. ഡോക്ടർ കഫീൽ ഖാനെ പങ്കെടുപ്പിച്ച് നടത്തിയ സംവാദം ബിജെപി വിവാദമാക്കിയിരുന്നു. കെ.ആർ. സാജു കൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സാജു, എന്ത് സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്? ഉസ്ന, ഡോക്ടർ കഫീൽ ഖാൻ പങ്കെടുത്ത സംവാദത്തിന്റെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ചത് ബിജെപി ആയിരുന്നു. ഇതിനെ ആശുപത്രി വികസന സമിതി യോഗത്തിൽ സിപിഎമ്മും കോൺഗ്രസും അടക്കമുള്ളവർ പിന്താങ്ങുകയും ചെയ്ത് തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിനിടയിൽ സംഘപരിവാർ സംഘടനകൾ ഒരു അധ്യാപകനെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ നടപടിക്കെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇതിനെ കയ്യേറ്റമാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ആശുപത്രി അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി തുടങ്ങിയിരിക്കുകയായിരുന്നു. കോളേജിന്റെ ചെയർമാൻ കൂടിയായ അമീൻ അബ്ദുള്ളയെതിരെയാണ് ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത്. അമീൻ അബ്ദുള്ളയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഹോസ്റ്റൽ റൂം ഒഴിയാനും ക്യാമ്പസ് വിട്ടുപോകാനുമുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള പ്രിൻസിപ്പലിന്റെ ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിക്ക് ആശുപത്രി അധികൃതർ നീക്കം നടത്തുന്നു എന്ന ആക്ഷേപവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻഡിപെൻഡൻസ് എന്ന സ്വതന്ത്ര വിദ്യാർത്ഥി യൂണിയനാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. ഇവരെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന സിപിഎം അടക്കമുള്ളവർ നടത്തുന്ന ഒരു നീക്കം കുറെ കാലമായി നടക്കുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായി ഇപ്പോഴത്തെ സംഭവങ്ങളെ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഹുസ്ന, തീവ്രവാദ ആരോപണത്തിനെതിരെ പ്രതിഷേധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാനെ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ച് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കെ.ആർ. സാജു ആണ് വിവരങ്ങൾ നൽകിയത്.